വെൽക്കം വിനയ് ഗോവൻ. വിനയ് സ്വാഗതം. താങ്ക് യു. റീൽ ടോയിലേക്ക് സ്വാഗതം. ഈ ഗെറ്റ് സെറ്റ് ബേബിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുത്താൻ ഉള്ളൊരു റീസൺ വരുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, വിനയുടെ ഒരു കരിയർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കിളിബോയ് വരുന്നു, പിന്നീട് കോഹിനൂർ വരുന്നു, ഗെറ്റ് സെറ്റ് ബേബി വരുന്നു. ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ആ ഡയറക്ടറുടെ പടം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ആയിരിക്കും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് 3 സിനിമകൾ വന്നിട്ടുള്ളത്. മൂന്നുമായിട്ട് അതിന് ജോണറുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് മനഃപൂർവ്വമുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥകളിലേക്ക് എത്തിപ്പെടുന്നതാണ്. ഞാനിങ്ങനെ ഒരു ജോണർ ഷിഫ്റ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ ഓരോ കാലഘട്ടത്തിലും നമ്മൾ വന്നുവിടുന്ന കഥകളുണ്ട്. പക്ഷേ ഒരു എവിടേക്കോ ഒരു ശ്രമമുണ്ട് ചെയ്ത സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളൊരു സാധനം. അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഗെറ്റ് സെറ്റ് ബേബിയുടെ ഒരു പ്രൊമോഷനുമായിട്ട് നമ്മൾ നിഖിലയുടെ ഇന്റർവ്യൂ എടുത്തായിരുന്നു. അപ്പം നിഖില പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഡയറക്ടറെ പൊക്കി പറയണമെന്ന് ഞങ്ങളടുത്ത് പ്രത്യേകം പറഞ്ഞായിരുന്നു. അങ്ങനെ നിഖില കുറെ പൊക്കി പറഞ്ഞു, നിഖിലയും പറയുമായിരുന്നു. അതിൽ നിഖില അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കളർഫുൾ മൂവിയിൽ ഞാനിങ്ങനെ അഭിനയിച്ചിട്ടില്ല, ഇച്ചിരി കളർ കൂടി പോയാലേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഈ പുറകെ പോസ്റ്റർ തന്നെ കണ്ടുപിടിക്കാനുള്ള കളറുകൾ വരെ അതിലുണ്ട്. അത് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയം ഉണ്ട് ഇതിനകത്ത്. ഉണ്ണി ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഇതിനകത്ത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടും ഈ പറഞ്ഞ പോലെ എന്തൊക്കെ വരുന്നുണ്ടോ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഹോസ്പിറ്റൽ, പ്രഗ്നൻസി, അങ്ങനത്തെ എല്ലാ വിഷയങ്ങളും പ്രതിപാദിച്ച് പോകുന്നുണ്ട്. നമുക്കൊരിക്കലും ഹോസ്പിറ്റലിൽ പോകാൻ ഇഷ്ടമല്ല. ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അസുഖമായിട്ടാണ് നമ്മളെപ്പോഴും റിലേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. കുറച്ച് കോമഡി ഉണ്ട് റിലീഫിന് വേണ്ടിയിട്ട്, കുറച്ച് കളർഫുള്ളാണ് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചരട് പിടിച്ചിട്ടാണ് നമ്മൾ ഈ പടം ഡിസൈൻ ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ ആളുകൾക്ക് എൻഗേജിങ് ആയിട്ട്, സ്വീറ്റ് ആയിട്ട്, ബ്രീസി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പരിപാടിയായിട്ട്. അപ്പോൾ ഈ ബാലൻസിങ്ങിൽ പറ്റിപ്പോയതാണ് കളറുകൾ. പിന്നെ കളർഫുൾ സിനിമ നമ്മൾ കുറേ കാലമായി കണ്ടിട്ട്. ആക്ച്വലി ഇപ്പോൾ വരുന്നതൊക്കെ റോ റിയലിസ്റ്റിക് അങ്ങനത്തെയൊക്കെ സ്പേസിലുള്ള സിനിമകൾ ഒരുപാട് വരുന്നുണ്ട്. അതും ഗംഭീര സിനിമകളാണ്. ഇതും നമുക്ക് വേണമല്ലോ എന്നുള്ളൊരു ചിന്തയും കൂടി ഉണ്ട് ഈ ഒരു കളർഫുൾ സിനിമ ഉണ്ടാക്കുന്നതിന്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ സിനിമ ഇപ്പൊ ഒരു സിനിമാറ്റിക് വെർഷനുള്ള സിനിമ തന്നെയായിരിക്കും ഇപ്പൊ ചില സീക്വൻസിലും കാര്യങ്ങളൊക്കെ. ഓഫ് കോഴ്സ് നമ്മളിതിൽ സർജറീസ് കാണിക്കുന്നുണ്ട്, ഡെലിവറി കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് കുറേ. അതിനെയൊക്കെ നമ്മളൊരു സിനിമാറ്റിക് ലിബർട്ടി എടുത്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ കാണിക്കുമ്പോൾ മെഡിക്കൽ ബ്ലണ്ടേഴ്സ് ഒന്നും സംഭവിക്കരുത് എന്നുള്ളൊരു സേഫ്റ്റി നെറ്റ് കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ്, എൻ്റെ വൈഫിൻ്റെ ഡെലിവറി സമയത്ത് ഞാൻ കൂടെ ഉണ്ടാവാൻ എനിക്ക് പറ്റി. പക്ഷെ അത് എല്ലാവർക്കും പറ്റിക്കോളുന്നില്ല. അപ്പോൾ എന്താണ് അത് സംഭവിക്കുന്നത്? എനിക്കും ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ എന്തായാലും നിന്നേ പറ്റുള്ളൂ എന്ന് വൈഫ് പറഞ്ഞപ്പോൾ ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ധൈര്യം സംഭരിച്ച് നിന്നതാണ്. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമുക്ക് കുട്ടികളുണ്ടാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ആ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനത്. കാണണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാര്യയോടും അമ്മയോടും ഒക്കെ ഉള്ള സ്നേഹം 10 മടങ്ങ് വർദ്ധിക്കും. കാരണം അത് ആ പ്രോസസ്സ് ഭയങ്കര നമ്മളെ തന്നെ ഒന്ന് എലിവേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ആക്ച്വലി. ഈ ഉണ്ണിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർഡം, ഈ മാർക്കോയുടെ ഒരു വലിയൊരു വിജയം, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ, പാൻ ലെവലിൽ തന്നെ വലിയ വിജയം, ഗെറ്റ് സെറ്റ് ബേബിക്ക് വലിയൊരു എന്താണ് ഒരു ബാധ്യത ഇൻ ദ സെൻസ് നെഗറ്റീവ് അല്ല, പക്ഷേ ആൾക്കാരുടെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഉണ്ണിയാണ് അങ്ങനെ അതൊരു ടെൻഷൻ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ? ഒരു സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം മറ്റൊരു സിനിമ ആ നടനെ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് വരുന്ന ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഇത് മാർക്കോടെ മുന്നോ പിന്നെയൊന്നും ഇല്ല. ഉണ്ണി എന്നുള്ളൊരു ആക്ടറിനെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണി തന്നെ ഉണ്ണിയുടെ ബൗണ്ടറീസ് പുഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ സിനിമ കൊണ്ട് ഉണ്ണിയും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, നമ്മളും ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം പുള്ളി ചെയ്തിട്ടില്ലാത്തൊരു ബ്രീസി റോം കോം സ്പേസ് ഉണ്ട് ഇതിൽ, ഇമോഷണൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് ഇതിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിലുള്ളൊരു പരിപാടിയുണ്ട്. ഏർബൻ സ്പേസിൽ ഉണ്ണിയെ നമ്മളധികം കണ്ടിട്ടില്ല. വെൽ ഡ്രസ്ഡ്, സ്വാവ് ആയിട്ടുള്ള, ഈവൻ ഇപ്പോൾ റിലീസായ മാർക്കോയിൽ പോലും പുള്ളി ഡാർക്ക് ഷെയ്ഡ്സും പരിപാടിയില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു ഉണ്ണി മൂന്നിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ഒരു പ്രശ്നമില്ല. ഈ മാർക്കോ കാരണം നമുക്ക് ഇച്ചിരി വൈഡർ ഓഡിയൻസിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് നല്ലതെന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം either before or after Marco it doesn't make a difference. നമ്മളുടെ കണ്ടന്റിൻ്റെ ഒരു ക്ലാരിറ്റിയും ഒരു ഗ്രാൻഡിയറും നമുക്ക് അന്നും ഇന്നും കോൺഫിഡൻസ് ഉള്ളതും എവർ റെഡി ആയിരുന്നു. It doesn't change anything except that it gets into a wider audience, which is quite happy, which makes us quite happy actually. ഈ ഡോക്ടർ ജി സിനിമയുടെ റെഫറൻസിൽ പലതും കമന്റ്സിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിലും ഇങ്ങനെ തന്നെയാണ്, ഒരു ആയുഷ്മാൻ ഖുറാനയുടെ ഗൈനക്കോളജിസ്റ്റ് തന്നെയാണ്.
അത് എന്തെങ്കിലും റെഫറൻസുകൾ ഉണ്ടോ അതെയോ ആക്സിഡന്റലി ഞങ്ങൾ 2019 ഇതിന്റെ ഐഡിയ എൻ്റെ അടുത്ത് വൈവി രാജേഷ് സംസാരിക്കുന്നത്. 2019 ആ സമയത്തൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയി ഒരു സ്റ്റേജിൽ നമ്മൾ ബ്ലോക്കായി, പിന്നെ അതിൽ നിന്ന് ബ്രേക്കായി വന്ന് പിന്നെ ഉണ്ണിയിലേക്ക് എത്തുമ്പോഴത്തേനും ഒരു 2022 ആയി. ബിക്കോസ് ഞാനും താരം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിൽ ബിസി ആയിരുന്നു എൻ്റെ പേരിൽ. പക്ഷേ അതല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഡോക്ടർ ജി പറയുന്നുണ്ട് ആൾക്കാർ, വിക്കി ഡോണർ പറയുന്നുണ്ട് ആൾക്കാർ, ഗുഡ് ന്യൂസ് പറയുന്നുണ്ട് ആൾക്കാർ. പക്ഷെ ഇതൊന്നും അല്ല, ഇതൊന്നും അല്ല. ഗുഡ് ന്യൂസ് ബാഡ് ന്യൂസും വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ആക്ച്വലി. അപ്പോൾ ഇതൊന്നും അല്ല ആക്ച്വലി ഗെറ്റ്സ് ഇറ്റ് ബേബി. മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആണ്. അതിപ്പോൾ മമ്മൂക്ക പോലീസ് സ്റ്റേഷൻ ചെയ്ത പോലെ തന്നെ, വിജയ് പോലീസ് സ്റ്റേഷൻ ചെയ്ത പോലെ തന്നെ എന്ന് പറയുന്ന പോലെ അത്രേ ഉള്ളൂ. അതിൻ്റെ വേറെ സാമ്യങ്ങളോ ഒരു സാമ്യമില്ല, ഒരു സാമ്യമില്ല. ഇതൊരു സ്ട്രീറ്റ് മലയാളം പടമാണ്, വേറെ സാമ്യങ്ങളൊന്നും. ഇപ്പോൾ ഞാൻ നമുക്കിത് എന്ത് ജോണറിലായിരിക്കും? റോം കോം ആയിരിക്കും, ഫാമിലി ആയിരിക്കും, എന്ത് ജോണർ നമുക്കിത് പറയാം? ആക്ച്വലി ഇതൊരു കംപ്ലീറ്റ് ഫാമിലി മൂവി എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൽ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഇപ്പോൾ ഉണ്ണിയുടെ തന്നെ ഈ ആസ് എ മെയിൽ ഗൈനക്കോളജിസ്റ്റ് പുള്ളിയുടെ ഒരു തുടക്കം മുതലുള്ള ജേർണി നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് എന്തൊക്കെ വരും, ഇപ്പോൾ അതിൽ കോളേജ് ലൈഫ് വരുന്നുണ്ട്, റൊമാൻസ് വരുന്നുണ്ട്, മാരേജ് വരുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഫാമിലി വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് പാക്കേജ്. ഈ എല്ലാ ഷെയ്ഡ്സും അടങ്ങിയ ഒരു പാക്കേജാണ്. ഇപ്പോൾ ഈ ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ കൂടുതലും ഒരു ലേഡി ഡോക്ടേഴ്സാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. മെയിലുണ്ട്. ഇവ നമ്മുടെ ചോക്ലേറ്റ് സിനിമയ്ക്കകത്ത് ഒരുപാട് പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് പൃഥ്വിരാജിന്റെ കഥാപാത്രം ചെല്ലുന്ന അതിന്റെ ഒരുപാട് അനന്തമായ സാധ്യതകൾ യൂസ് ചെയ്ത സിനിമയാണ്. അപ്പം ഇതിൻ്റെ അകത്തും അങ്ങനെ ഒരുപാട് സാധ്യതകളില്ല. അപ്പം ഇപ്പം നമുക്ക് റെഫറൻസ് ചോക്ലേറ്റ് പറയാം. ഇപ്പം ചോക്ലേറ്റിൽ പർപ്പസ്ഫുള്ളി ഒരു തീരുമാനമുണ്ട്, ചോക്ലേറ്റിൽ വന്ന ഒന്നും വരരുത്, അങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ട. അതിൻ്റെ ഒരുപാട് ഏരിയാസ് അതില്ല. കാരണം എന്താ പറയുക, കാരണം ചോക്ലേറ്റ് ആ കോളേജ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും ഒരുപാടുണ്ട്. പക്ഷേ അങ്ങനത്തെ സബ്ജക്റ്റുകൾ. പക്ഷെ നമുക്കിത് ഈ ഒരു ക്യാരക്ടറിൻ്റെ ജേർണി ആയതുകൊണ്ട് തന്നെ ഇതിൽ വന്നു പോകുന്നതാണ്. ഇതിലൊരു കോളേജ് സ്പേസ് ഉണ്ട്, അത് പടത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് നേരം, അത് കഴിഞ്ഞാൽ അത് മൂവ് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള പരിപാടികൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ലാഫ് ഔട്ട് ലൗഡ് കോമഡി സ്പേസിലേക്ക് നമ്മൾ പോയിട്ടുമില്ല. കാരണം ബിക്കോസ് നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് അങ്ങനെ ആയതുകൊണ്ട്. ഇപ്പോൾ പ്രഗ്നൻസിനെ പറ്റിയിട്ടും ഡെലിവറിനെ പറ്റി എവിടേക്കും ഒരു ഇമോഷണൽ ടച്ച് ഉള്ളതാണ് നമുക്ക്, ഫാമിലീസിനാണെങ്കിലും കാണുന്ന ആൾക്കാർക്കാണെങ്കിലും. അപ്പോൾ ഭയങ്കര തിൻ ലൈനാണ്. ആ ഇമോഷൻ നമ്മൾ തമാശയിൽ ചിലപ്പോൾ അത് ഡൈല്യൂട്ട് ആയി പോകും. കുറേ ഓവർ തമാശയായി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ അത് വൾഗാരിറ്റിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുള്ളത് അതാവാതിരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പം ഉണ്ണിയെ പറ്റി പലരും പറയുന്നത് വെച്ചാൽ ഉണ്ണി ഇപ്പം മാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ ഉണ്ണി ഒരു വളരെ കുട്ടിത്തം ഉള്ള ഒരു ഞാൻ ഉണ്ണിയുടെ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അറിയായിരിക്കും, മറ്റേ റൂമിൽ നിറച്ച് ടോയ്സ് ഒക്കെ ഇരിക്കുന്ന നമ്മൾ മാർക്കോ കണ്ടിട്ട് നമുക്ക്. ഇതിന്റെ താഴെ പല കമന്റ്സും പെടുന്നുണ്ട്, ഉണ്ണി മറ്റേ ജെൻസി പൂക്കി കമന്റ്സ് കുട്ടികളെ ഒരുപാട് ഈ ചിത്രത്തിൽ എന്താണ് ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ആ ഒരു കോമ്പിനേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? ഉണ്ണി ആക്ച്വലി ഏറ്റവും കംഫർട്ടബിൾ പിള്ളേരുടെ കൂടെ. ചെറിയ കുട്ടികൾ സെറ്റിൽ ഉണ്ടെങ്കിൽ ഉണ്ണി അവരുമായിട്ട് കളിച്ച് ആഘോഷിച്ച് എൻജോയ് ചെയ്തിട്ടാണ് പരിപാടികൾ നടക്കുക. അപ്പോൾ പുള്ളിയുടെ മനസ്സിലൊരു കുട്ടിത്തോണ്ട് ഒരു കുട്ടിയാണ്. ഈ പറഞ്ഞ മാർക്കോയിലൊക്കെ പുള്ളിക്ക് ചെയ്യാനുള്ള ആസ്പിറേഷൻ കാരണം പുള്ളി ആക്ഷൻ ചെയ്യാനുള്ള ആസ്പിറേഷൻ ഭയങ്കരമായിട്ടുണ്ട് പുള്ളിക്ക്. അതാണ് കുറേ കൂടി ഈസി ആയിട്ട് എത്തുന്ന സ്പേസ്. അപ്പോൾ അതുകൊണ്ട് ആക്ഷൻ ചെയ്തു പോകുന്ന പുള്ളിക്ക് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഈസ് എ വെരി സ്വീറ്റ് ജെന്റിൽ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഗൈനക്കോളജി ബേസ് ചെയ്തൊരു കഥ പറയുമ്പോൾ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നാച്ചുറലി വരും. ഇപ്പോൾ സുരഭി ലക്ഷ്മി ഉണ്ട്, ഫറാഷിബലി ഉണ്ട്, നിഖില, ഗംഗ, മുത്തുമണി ഉണ്ട്. അപ്പം ഈ കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? എത്ര സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് ഇതിൽ ശരിക്കും? കാരണം ആണുങ്ങളെക്കുള്ള ഒരു പക്ഷേ ഇതിൽ ഫീമെയിൽ കഥാപാത്രങ്ങളായിരിക്കും ഉണ്ടാവും ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നായികന്മാരില്ലാത്ത സിനിമകൾ എന്ന് പറഞ്ഞാൽ പരാതികൾ വീഴുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സിനിമ വരുന്നത്. ഈ കാസ്റ്റിംഗ് ഒക്കെ കുറേയൊക്കെ വന്ന് വീണതാണ് കേട്ടോ. ഇപ്പോൾ സുരഭി ലക്ഷ്മിയൊക്കെ ലാസ്റ്റ് മിനിറ്റിലാണ് നമുക്ക് സുരഭിനെ കിട്ടിയത്. അതും ഒരു ഭയങ്കര നല്ല കാര്യമാണ്. കാരണം ഏറ്റവും പ്രിപ്പയർ ചെയ്ത് വരുന്നൊരു ആക്ട്രസ്സാണ് സുരഭി. സ്വന്തമായിട്ട് കരയണമെങ്കിൽ ഗ്ലിസറിൻ വരെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റേ ഒരു ക്യാരക്ടർ പറഞ്ഞു കൊടുത്താൽ അതിന് എന്തൊക്കെ അതുമായിട്ട് പാരഫർണിലേഴ്സ് എന്തൊക്കെ അസോസിയേറ്റഡ് ആയിട്ടുണ്ടോ അതൊക്കെ പുള്ളിക്കാരുടെ തന്നെ കയ്യിലുണ്ട്. ഒരു ക്യാരക്ടർ സ്റ്റഡി നടത്തിയിട്ട് വരുന്ന ആളാണ്. ഇപ്പോൾ ഗംഗ മീര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ട്രസ്സാണ്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന, ചെറിയ ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്കൊരു സീനിനെ തന്നെ ചിലപ്പോൾ സേവ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കൈൻഡ് ഓഫ് ആക്ട്രസ്സാണ് ഗംഗ. പിന്നെ മുത്തുമണി ഉണ്ട്. മുത്തുമണി ഓൾസോ നമ്മളെ ഏറ്റവും കൂടുതൽ ടെക്നീഷ്യൻസിന് മനസ്സിലാക്കും. മുത്തുമണിയുടെ ഹസ്ബൻഡും ടെക്നീഷ്യൻ ആയതുകൊണ്ടായിരിക്കും അവർ. പക്ഷേ ടെക്നീഷ്യൻസിൻ്റെ ആംഗിളിൽ നിന്ന് സിനിമയെ കാണുന്ന അവർക്ക് ഇത്രയും സമയം വേണ്ടി വരും ലൈറ്റ് ചെയ്യാൻ, അവർക്ക് അതുകൊണ്ടാണല്ലോ എന്നെ വിളിക്കാത്തത്, ഓക്കെ ശരി എന്നൊക്കെ അത് മനസ്സിലാക്കി ഇങ്ങോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ ഷിബ്ല ഭയങ്കര ബബ്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ പടത്തിൽ പുള്ളിക്കാരി ടോട്ടൽ റിവേഴ്സാണ്.
അപ്പോൾ ഷിബ്ലിയും ഒരുപാട് റിസർച്ച് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു ഇല്ല ചില്ലായിട്ട് വന്നാൽ മതി, നമുക്ക് പെർഫോം ചെയ്തെടുക്കാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പെർഫോം ചെയ്യുന്ന ആളാണ്. പിന്നെ നമുക്ക് വരുന്ന KPC ലീല എന്ന് പറഞ്ഞാൽ അമ്മയുണ്ട്. അവരും അതെ, അയ്യോ ഞാൻ ചെയ്ത് ശരിയായ മോനെ എന്ന് 10 പ്രാവശ്യം ചോദിച്ച് അത്രയും എഫേർട്ട് എടുത്ത് ആ പ്രായത്തിലും ഷീ ഈസ് നോട്ട് വീക്ക് ആൻഡ് ഓൾ, ബട്ട് ആ ഒരു എനർജി ഉള്ള അവരാണ്. ആ എനർജിയോടെ അവർ നമ്മുടെ സിനിമയെ സമീപിക്കുന്ന ആളാണ്. ആൻഡ് പിന്നെ നിഖില ഫ്രം ദ ബിഗിനിങ് എനിക്ക് നേരത്തെ അറിയാം നിഖിലിനെ. ഫ്രം ദ ബിഗിനിങ് പടത്തിൻ്റെ കൂടെ നിന്ന് ടിൽ പ്രൊമോഷൻസ് വരെ നമ്മളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഹൂൾ സപ്പോർട്ട് യു. അപ്പോൾ പുള്ളിക്കാരിക്കും അതെ, പുള്ളിക്കാരിയും ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ പ്രോബ്ലി ഒരു ഉത്തരം ഞാൻ പറയില്ല, അതിനൊക്കെ പ്രോബ്ലി കവറപ്പ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു പെർഫോമൻസ് നിഖില നമ്മുടെ പടത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബോത്ത് നിഖില ആൻഡ് ഉണ്ണി കേട്ടോ, രണ്ടുപേർക്കും ഈ പറഞ്ഞ ഹീറ്റ് കോമൻസ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ദേ ഹവ് സർവൈവ്ഡ് ത്രൂ ഇറ്റ് ആൻഡ് ഉണ്ണി ഹാസ് പ്രൂവ്ഡ്, നിഖില ഓൾസോ ഹാസ് പ്രൂവ്ഡ് വൺസ് ഓർ ട്വൈസ്. ആൻഡ് അഗെയിൻ ദിസ് വിൽ ബി അനദർ സ്റ്റേറ്റ്മെൻറ്റ്. അവർക്ക് അവരുടെ പെർഫോമൻസ് കൊണ്ട് കുറച്ച് പേരെങ്കിലും ആ കുട്ടി കുഴപ്പമില്ലാണ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ കുഴപ്പമില്ലാണ് ചെയ്തിട്ടുണ്ടെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു എഫേർട്ട് ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പല കമന്റ്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിഖിലേക്ക് കിട്ടിയ ക്യാരക്ടറാണ് നിഖിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചിലതിലൊക്കെ പുള്ളിക്കാർ ഒരേ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല കമന്റ്സും വരുന്നുണ്ട്. ആ കഥാപാത്രത്തിന്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ പിന്നെ അതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കാതെ ഒരുപാട് നമ്മളുടെ പടത്തിൽ പല ഷെയ്ഡുകളും ഉണ്ട് ആ ക്യാരക്ടറിന്. അപ്പോൾ ഉണ്ണിയുടെ ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം നിഖിലയുടെ ക്യാരക്ടറും ഈ സ്റ്റോറി പോകാൻ ഇമ്പോർട്ടൻ്റ്. അപ്പം അതുകൊണ്ട് തന്നെ പല ഭാവങ്ങൾ വരേണ്ട സീനുകളുണ്ട്. അപ്പോൾ ഈ ഭാവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. അത് കുറേ ആളുകളെങ്കിലും മാറ്റി പറയും എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. രണ്ടുപേരെ പറ്റി കേട്ടോ, ഉണ്ണീനെ പറ്റിയിട്ടാണെങ്കിലും നിഖിലിനെ പറ്റിയിട്ടാണെങ്കിലും. ഇപ്പം ഈ മൊത്തത്തിലൊരു നിഖില അല്ലെങ്കിൽ നിഖില എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി മൊത്തത്തിലുള്ള ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ എന്ത് സംസാരിച്ചാലും പുള്ളിക്കാരെ തിരിച്ച് പറയുന്നത് ചിലപ്പം കുറുക്കി കൊള്ളുന്ന രീതിയിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് പുള്ളിക്കാരിക്ക്. പക്ഷേ നിഖില വളരെ ജെന്യുവനായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഇപ്പം ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിലും വളരെ നിഷ്കളങ്കമായിട്ടുള്ള സംസാരം എന്തെങ്കിലും ചിരി പടത്തുന്ന രീതിയിൽ ഇൻസിഡൻസ് വല്ലതും വന്നിട്ടുണ്ടോ, മറുപടികൾ? ഇതെല്ലാം നിഖിലിനും ഉണ്ണിയാണെങ്കിലും രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് അവർ സംസാരിക്കുക. അതിൽ നിന്ന് കോണ്ടെക്സ്റ്റ് ഇല്ലാണ്ട് ഒരു കട്ടെടുത്ത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റെം ഔട്ട് ചെയ്യണേ. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവരൊക്കെ നോർമലായിട്ട് നമ്മളൊക്കെ പോലെ തന്നെ സംസാരിക്കുന്ന ആൾക്കാർ. ഇപ്പം ഞാനോ നിങ്ങളോ പറഞ്ഞ് അങ്ങനത്തെ ഒരു കമൻറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഇത്രയും വലിയ വിവാദമോ വിഷയമോ ആവില്ല. അവരൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വിവാദവും വിഷയങ്ങളൊക്കെ ആവുന്ന അത്രേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനെ പറ്റി പറയുമ്പോൾ സ്കന്ദ സിനിമാസ് ആണ്, സജീവ്, സ്മിത, ഹരി, എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളാണ്. അവരുടെ ആദ്യ പ്രൊഡക്ഷനാണ്. ആശീർവാദ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നു. അവരെങ്ങനെയാണ് ഇതിലേക്ക് ലാൻഡ് ചെയ്തത്? അവരുടെ ആദ്യ സിനിമയാണ്. സ്കന്ദ സിനിമാസും കിങ്സ്മൻ പ്രൊഡക്ഷൻസും 2 ടീമുണ്ട് ഇതിൽ. അതിൽ സജീവും ഉണ്ണി ഒരുപാട് കാലമായിട്ട് പരിചയമുള്ളതാണ്. അപ്പോൾ ഉണ്ണിയുടെ മാളികപ്പുറത്തിന് ശേഷം തന്നെ സജീവിന് ഉണ്ണി വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവർ തമ്മിൽ പല സംസാരങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു, പല സ്ക്രിപ്റ്റുകളും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സജീവ് എപ്പോഴും ആക്ഷൻ സിനിമകളിലായിരുന്നു ഉണ്ണിയുടെ അടുത്ത് സജസ്റ്റ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ണി സജസ്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് സജീവിലേക്ക്, ഉണ്ണി തന്നെയാണ് പറഞ്ഞത് സജീവിന് ഇങ്ങനെ താല്പര്യമുണ്ട്, സംസാരിച്ചു നോക്കും, സജീവിന് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണം സജീവ് പിച്ച് ചെയ്തിരുന്ന സിനിമകളെല്ലാം ആക്ഷൻ ജോണേഴ്സ് ആയിരുന്നു. അപ്പം നമ്മളിത് വന്ന് സജീവിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ സജീവ് ഓൺ ദ സ്പോട്ട് ഇത് നമ്മൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ട സിനിമ എന്ന് പറഞ്ഞെങ്കിൽ ഇന്നാവുമായിരുന്നു. അങ്ങനെയാണ് ഈ സ്കന്ദ സിനിമാസും കിങ്സ്മൻ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ സിനിമയിലേക്ക് എത്തുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സജീവിന് സിനിമയോട് ഭയങ്കര പാഷനാണ്. ഇപ്പോൾ ലാൽ സാറിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പോലും സജീവിൻ്റെതായിട്ടുള്ള ഒരു ഇത് ചെയ്യാനായിട്ട് പരിശ്രമിച്ചിട്ടാണ് ഇപ്പോൾ സ്കന്ദ സിനിമാസ് ഒരു ഇത് തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ പുള്ളി ഈ പാഷനോട് കൂടി തന്നെ സിനിമയെ സമീപിച്ചപ്പോൾ എന്ത് കാര്യം വേണമെങ്കിലും ഇപ്പം എൻ്റെ അടുത്ത് ഒരു സാധനം വേണ്ട തരില്ല എന്നൊരിക്കലും പറഞ്ഞില്ല. നമ്മളൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നൊരു സാധനം വേണമെന്ന് പറയുമ്പോൾ. പക്ഷെ പിന്നെ എൻ്റെ സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കിയിട്ട് പിന്നെ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇറ്റ് വാസ് എ മ്യൂച്വൽ തിങ്. ഇപ്പോൾ സജീവിനെ കൊണ്ട് എങ്ങനെ നമ്മൾ പൈസ സേവ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ എത്ര കുറവ് പൈസ സ്പെൻഡ് ചെയ്യിക്കാം എന്ന് പറയുന്നത് നമ്മളുടെയും ആഗ്രഹം. അദ്ദേഹത്തിനും ആദ്യത്തെ സിനിമ കൊണ്ട് അത്രയും തന്നെ ഉപകാരം ഉണ്ടാവണമല്ലോ. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണമല്ലോ ഓഫ് കോഴ്സ്. അപ്പോൾ അത് ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന് അതിനുള്ള എല്ലാ പ്രാപ്തിയും ഉണ്ടാവട്ടെ എന്നാണ് നമ്മളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇപ്പൊ ആശീർവാദാണ് ഡിസ്ട്രിബ്യൂഷൻ. ഓഫ് കോഴ്സ് ലാലേട്ടൻ സിനിമ കാണുകയോ അങ്ങനെ എന്തെങ്കിലും ആന്റണി ചേട്ടൻ ലാൽ സാറും ആന്റണി ചേട്ടനും രണ്ടുപേരും സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ആന്റണി ചേട്ടൻ വന്ന് അഭിപ്രായങ്ങൾ പറയുകയോ അങ്ങനെ പുള്ളി അങ്ങനെ തുറന്നൊന്നും പറയാറില്ലാത്ത ആളാണല്ലോ, നമുക്കറിയില്ല ലാൽ സാറിന്റെ. ആന്റണി ചേട്ടൻ വന്നിട്ട് മോനെ നന്നായിട്ടുണ്ട്, മോനെ നല്ല രസമുള്ള സീക്വൻസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്തായിരുന്നു. അപ്പം അത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇപ്പോൾ ലാൽ സാറിനെ പോലെ ഒരാളുടെ ഒരു ബിസി ഷെഡ്യൂളിൽ പുള്ളി ഈ ഒരു പടം കാണാനുള്ളൊരു സമയം മാറ്റി വെച്ച് നമ്മളുടെ അടുത്തേക്ക് വന്ന് കാണുക എന്ന് പറഞ്ഞാൽ
നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്ന് അദ്ദേഹം കണ്ടു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണാം. ഒപ്പം കാണാൻ പറ്റിയത്. ഞാനും ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞാൻ പുറത്തിരുന്നു, പുള്ളി അകത്തിരുന്ന് കാണുമായിരുന്നു. എനിക്ക് അകത്തിരിക്കാൻ ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം നമ്മൾ അത്രയും ആരാധിക്കുന്നത്. എൻ്റെയൊക്കെ കോർ മെമ്മറി പലതും മോഹൻലാൽ സിനിമകളിലാണ്. അപ്പൊ നമ്മൾ എക്സാക്ട്ലി. ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മ, നമ്മളിപ്പോൾ LKG ആ സെക്ഷനിലേക്കാണ് പുള്ളിയുടെ നമ്പർ 20 മെഡ്രാസ് മെയിലൊക്കെ വന്നിട്ടുണ്ടായത്. അപ്പോൾ അതിൽ പുള്ളി പാട്ടിലിട്ട പോലത്തെ ഷർട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് ചെറുപ്പത്തിൽ നിന്ന് ഇപ്പം ഞാൻ ചെയ്തൊരു സിനിമ പുള്ളി ഇതാക്കുന്നു എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പുള്ളിയുടെ ഇതിലുള്ളൊരു കമ്പനി, ആൻ്റണി ചേട്ടനെയും പുള്ളിയുടെയും ഇതിലുള്ള കമ്പനി വരുന്നു എന്ന് പറയുമ്പോൾ അത് ഗോഡ്സ് ബ്ലെസ്സിങ്. നമുക്കിനി ആദ്യത്തെ 2 സിനിമയും ആസിഫായിരുന്നു. ഇപ്പൊ 3ാമത്തെ സിനിമ ഉണ്ണിലേക്ക് വരുന്നു. ഇത് ഫസ്റ്റ് ചോയ്സ് ഉണ്ണി തന്നെയായിരുന്നു, അതോ ആസിഫ് അങ്ങനെ എന്തെങ്കിലും? ഇത് അതാ ഞാൻ പറഞ്ഞത്, നമ്മളിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനൊരു ചോയ്സ് ഇല്ലായിരുന്നു. നമ്മളിതൊരു സ്ക്രിപ്റ്റ് ഫോമിലായിരിക്കുന്ന സമയത്തൊന്നും നമുക്കിത് ആരെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇത്രയും കാലഘട്ടങ്ങൾ പോർട്രേ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് എത്തുന്നില്ലായിരുന്നു ഒരിക്കലും, ആക്ടേഴ്സ് എന്നുള്ളത്. പക്ഷേ ഇത് ശരിയാവില്ല, ഇന്ന പോയിന്റിലെത്തുമ്പോൾ ഇന്നാളെ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ആക്ടറിലേക്ക് സീറോ ഇൻ ചെയ്തിരുന്നില്ല. പിന്നെ റൈറ്റർ YV രാജേഷ്, പുള്ളി വൺ ഓഫ് ദ റൈറ്റേഴ്സ് YV രാജേഷ്, അനൂപ് രവീന്ദ്രനും ഉണ്ട്. അപ്പോൾ YV രാജേഷ് ഉണ്ണീനെ വേറൊരു സമയത്ത് കാണുകയും അദ്ദേഹത്തിനോട് ഇതിൻ്റെ ഒരു ഐഡിയ നറേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഉണ്ണി എക്സൈറ്റഡ് ആയി. അപ്പോൾ ഇതിലൊരു ഇമോഷണൽ കോറുള്ള സാധനം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ ഞാൻ എക്സൈറ്റഡ് ആണെങ്കിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് നമുക്കും ഒരു ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫീലാണ്. കാരണം പുള്ളി ഇതിനു മുമ്പ് ഇതിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു ജോണറാണ്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ണി ഭയങ്കര ഓർഗാനിക്കലി അത് വന്ന് വീഴുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 3ാമത്തെ സിനിമയ്ക്ക് 10 വർഷത്തെ ഗ്യാപ്പാണ് എടുത്തത്. 4ാമത്തെ സിനിമ ഉടനെ അടിക്കുമോ, അതെയോ വീണ്ടും പരസ്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകുമോ? എന്തെങ്കിലും പ്ലാനിങ്ങിനുണ്ട്. ഇപ്പോൾ താരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതല്ലാതെ ഞാൻ ആസിഫിനെ വെച്ചിട്ടൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സ്ക്രിപ്റ്റ് എല്ലാം ഫൈനലാണ്, അതിൻ്റെ പ്രൊഡക്ഷനിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുന്നു. ഇത് ഞാൻ ആസിഫിനോട് പറഞ്ഞത് ആസിഫിൻ്റെ ഇഞ്ചുറിക്ക് തൊട്ട് മുമ്പായിരുന്നു, ആസിഫിൻ്റെ ഇഞ്ചുറി വരുന്നതിന് തൊട്ട് മുമ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കിട്ടിയൊരു ഗ്യാപ്പിൽ ഇത് മൊത്തം ഡെവലപ്പ് ചെയ്ത് ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു കലക്കം പരിപാടി ആയിരിക്കും നമുക്ക് ആസിഫിലൂടെ ചെയ്യാനായിട്ട്. ഒരു വലിയ സിനിമയായിരിക്കും, വലുതായിരിക്കും. വലുതെന്ന് പറഞ്ഞാൽ ആ സിനിമ ആവശ്യപ്പെടുന്ന വലുപ്പം അതിനുണ്ട്. ഒരു ഓപ്പൺ സ്പേസിലുള്ളൊരു റൊമാൻസും ആക്ഷനും എല്ലാം ഉള്ളൊരു പരിപാടിയാണ്. അത് ഇച്ചിരി ഒരു ആസിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കാരണം എനിക്ക് ആസിഫിനെ അത്രയും പേഴ്സണലി അറിയാവുന്നുണ്ട്. ആസിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനത്തിലാണ് അത് നിൽക്കുന്നത്. ഈ കോഹിനൂർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആർട്ട് കാലഘട്ടമൊക്കെ ഈ എത്ര റെഫറൻസ് പോയിട്ടുണ്ടാവും? കാരണം അത് കംപ്ലീറ്റ്ലി കാലഘട്ടം അതാണ്. തുണിക്കട കാണിക്കണു, അതിൻ്റെ എഴുത്തുകളാണെങ്കിലും കോസ്റ്റ്യൂമാണെങ്കിലും ആസിഫിൻ്റെ മീശ വരെയാണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടമാണ്. അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ എത്ര നാളുണ്ടായിരുന്നു ശരിക്കും? കോഹിനൂറിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ഒരു നമ്മൾ എഗെയിൻ ഞാൻ എൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റേഴ്സിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ആ റൈറ്റേഴ്സിനോട് ഇരിക്കുന്ന മുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1.5 ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ പ്രൊഡക്ഷനിലേക്ക് എത്തിയിട്ട് പ്രോബ്ലി 6 months നമ്മൾ കയറി. കാരണം എല്ലാവരും നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ആട്ടിയത് അജയേട്ടനാണെങ്കിലും അജയ് മാങ്ങാടാണെങ്കിലും എല്ലാവരും നമുക്ക് അറിയാവുന്ന. കോസ്റ്റ്യൂംസ് സമീരയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് പെട്ടെന്ന് കണക്ട് ആയി. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളൊക്കെ വളർന്നു വന്ന കാലഘട്ടം 80s 90s എന്ന് പറയുമ്പോൾ 88 നമ്മൾ സ്പെസിഫിക്കലി പിടിച്ചത്. അപ്പോൾ അന്നത്തെ സിനിമകൾ മാക്സിമം കാണുക. പിന്നെ അതിൻ്റെ റൈറ്റേഴ്സ് സലിലും റിജിയും അവർക്ക് 80s കുറച്ചുകൂടി, അവർക്ക് ഇച്ചിരി കൂടി 80s ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കുറേ കൂടി റെഫറൻസിങ് ഈസി ആയിരുന്നു. പിന്നെ നമ്മൾ കണ്ട സിനിമകളൊക്കെ തന്നെയാണ് നമ്മളുടെ ബേസിക് റെഫറൻസ് ആയിട്ട് വന്നത്. ഇപ്പോൾ ആദ്യത്തെ സിനിമ എഴുതിയത് ജോസഫ് കുര്യൻ, വിവേക് രഞ്ജിത്ത് എന്ന് പറഞ്ഞത്. 3 സിനിമയും മറ്റ് റൈറ്റേഴ്സാണ്. വിനയുടെ ഒരു എഴുത്ത് കാര്യങ്ങൾ എങ്ങനെയാണ്? ഞാൻ ഇതിൻ്റെയൊക്കെ പ്രോസസ്സിലാണ്. ഇപ്പോൾ കിളിബോയ് ഞാനും കൂടി കോറൈറ്റ് ചെയ്ത സാധനമായിരുന്നു. കോഹിനൂറിൽ അവർ 2 പേരുമായിരുന്നു. പക്ഷേ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് എൻ്റെ ഒരു പ്രോസസ്സിലുണ്ടായിരുന്നു. താരത്തിലും ഞാൻ വിവേകിൻ്റെ കൂടെ ഇരുന്ന് എഴുതിയിട്ടുണ്ട്. വിവേക് രഞ്ജിത്ത് തന്നെയാണ് താരം എഴുതുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ആസിയുടെ പരിപാടി ആഷിഖ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ സ്റ്റോറിയാണ്. അത് ഞാനും കൂടി ഇരുന്നിട്ടാണ് അതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻജോയ് ചെയ്ത് റൈറ്റിങ്ങിൽ അതിൻ്റെ കൂടെ ഉണ്ട്. അതാണ് ഞാൻ ഒറ്റയ്ക്ക് എഴുതാന്ന് പറഞ്ഞാൽ എനിക്കൊരു ബൗൺസിങ് ബോർഡ് ആവശ്യമാണ്. ഒരാളുടെ അടുത്ത് സംസാരിച്ച് ഒരു റിയാക്ഷൻ കിട്ടി ഇതൊന്ന് ജഡ്ജ് ചെയ്യാൻ ഒരാൾ എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ അങ്ങനൊരു കമ്പാനിയൻ ഉള്ളത് നല്ലതാണ്. കാരണം എല്ലാം ഞാൻ എഴുതുന്നത് ശരിയെന്ന് ചിന്തിച്ച് എഴുതുമ്പോൾ ഒരാൾ അത് വൃത്തികേടാണെന്ന് പറയാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ആൾക്കാരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഫീൽ എന്തായിരിക്കും? ഗെറ്റ് സെറ്റ് ബേബി കണ്ടിറങ്ങിയ കുറച്ച് സന്തോഷം ഉണ്ടാവും. പിന്നെ എന്താണെന്ന് പറയുക,
കുടുംബമൊത്ത് വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്തൊരു പടം. അതായത് നമുക്കെപ്പോഴും ഇപ്പോൾ യൂഷ്വലി ഞാനൊക്കെ കുറേ ആയി വിത്ത് ഫാമിലി പോയി പടം കണ്ടിട്ട്. യൂഷ്വലി നമ്മൾ ഫ്രണ്ട്സിനോട് പോകും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകും. അപ്പോൾ വിത്ത് ഫാമിലി വന്നിരുന്ന് കണ്ട് എല്ലാവരും സന്തോഷിച്ച് പോകുന്നൊരു സ്പേസ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ടേക്ക് അവേ ഉണ്ടാവും. ഇപ്പോൾ നമ്മളുടെ അമ്മയ്ക്കാണെങ്കിലും സഹോദരിക്കാണെങ്കിലും സഹോദരന്മാർക്കാണെങ്കിലും അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉള്ള സിനിമയായിരിക്കും. അപ്പോൾ ആസ് എ ഫാമിലി കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോകുക എന്നുള്ളതുള്ളൂ. ആ നൈറ്റ് അവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം നല്ലൊരു സിനിമ കണ്ടതിൻ്റെ പേരിൽ. ഓക്കെ, അപ്പോൾ ഗെറ്റ് സെറ്റ് ബേബി എല്ലാ വിജയവും സമ്മാനിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേട്ടാ.